സർ, ഈ ഇറാന്റെ കയ്യിലേക്ക് ഇസ്രയേൽ അവിടെ ഉപേക്ഷിച്ചു പോയ ഡ്രോണുകൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് എത്തരത്തിലായിരിക്കും ഇനി ഭാവിയിൽ ഇസ്രയേലിനെ ബാധിക്കുക? അത് വലിയൊരു കുഴപ്പത്തിലേക്കാണ്. ഇസ്രയേലിന്റെ ഡ്രോണുകൾ ഏറ്റവും ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ ഉണ്ടാക്കുന്ന അല്ല ആധുനിക ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ വലിയ പ്രാഗൽഭ്യമുള്ളവരാണ്, നമുക്കറിയാം. അപ്പൊ ഏറ്റവും ആധുനിക ഡ്രോണുകൾ ഈ ജൂൺ 13-ന് അവരവിടെ കടന്നു കയറിയ ഒരു വലിയ വ്യോമാക്രമണത്തിലൂടെയാണല്ലോ ഇറാനെ ആക്രമിച്ചു തുടങ്ങുന്നത്. അന്ന് ഏതാണ്ട് 300ഓളം ജെറ്റുകൾ കയറിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അല്ലെങ്കിൽ അന്നാണല്ലോ 13ഓരം ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ അവിടുത്തെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമിച്ചു തുടങ്ങുന്ന, ഒരുപക്ഷെ അതിന്റെ ബേസുകൾ ആക്രമിക്കുന്ന ഈ പല വമ്പന്മാരെ സൈനിക തലവന്മാരെയും അല്ലെങ്കിൽ അവരുടെ ഈ ഖമേനിയുടെ ഉപദേഷ്ടാവിനെ ഒക്കെ കൊന്നതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടിയ ഓരോന്ന് പറഞ്ഞാൽ 7 മാസം മുമ്പ് തന്നെ മൊസാദ് അവിടെ കയറി ഇതിന്റെ ഡ്രോൺ ലോഞ്ചറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർക്ക് തകർക്കേണ്ട ടാർഗറ്റുകൾ മൊത്തം ലക്ഷ്യം വെച്ചിരുന്നു. അതിനുശേഷം എന്ന് കയറുന്നു അവർ തീരുമാനിച്ച 13-ാം തീയതി കയറുന്നതിന് വേണ്ടി തീരുമാനിച്ച വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ബോംബറുകൾക്ക് ഒക്കെ നിർദ്ദേശം അവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് വന്ന റിപ്പോർട്ട്. സത്യവുമായിരുന്നു, അവർ പിന്നെ പറഞ്ഞു. പക്ഷെ പിന്നെ ഇത് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഒരുപക്ഷെ അവിടെ ഈ യുദ്ധമല്ലേ, അപ്പം ഈ രഹസ്യാന്വേഷണം അല്ലെങ്കിൽ തുരങ്കങ്ങൾ കാത്തു വെച്ച് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഈ ഇറാന്റെ പട്ടാളം അറിയുകയും അല്ല അറിയുമെന്ന് കണ്ട് അവിടെ നിന്ന് പട്ടാളം രക്ഷപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഏതാണ്ട് 100 കണക്കിന് കോടാനുകോടി രൂപ വില വരുന്ന ഡ്രോണുകൾ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇറാന്റെ കയ്യിലായിരിക്കുന്നു എന്ന് പറയുന്ന വാർത്ത ഇപ്പം ഇന്റർനാഷണൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് വലിയൊരു അപകടം പിടിച്ച കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇറാന്റെ കയ്യിൽ കയറി ഇരുന്നാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ വിചാരിക്കും. നമ്മുടെ കയ്യിൽ പണ്ട് PL-16 എന്ന് പറഞ്ഞ സിന്ധൂരിന് ശേഷം നമ്മുടെ കിട്ടിയല്ലേ ചൈനയിലെ ഏറ്റവും വലിയ മിസൈൽ നമ്മൾ ജീവനോടെ പിടിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വാർത്ത കൊടുത്ത. അപ്പൊ അത് യാതൊരു കുഴപ്പമില്ല, നമ്മൾ ജാം ചെയ്ത് ഇവിടെ പിടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആ രാജ്യം ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വേറെ രാജ്യത്തിന് ഒരിക്കലും കൈമാറത്തില്ല. ഇത് ഇപ്പം ഡ്രോൺ തകർന്നു വീണാൽ അതിന്റെ ടെക്നോളജി ഒന്നും പഠിക്കാനും പറ്റത്തില്ല. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ലാതെ നമ്മുടെ കിട്ടിയാൽ ശാസ്ത്രജ്ഞന്മാർ ഇത് അടിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അതിനകത്തെ ടെക്നോളജി മിസൈലിന്റെ ആയാലും കൊള്ളാം ഡ്രോണിന്റെ ആയാലും കൊള്ളാം പഠിക്കുന്നതിനും മാത്രവുമല്ല ഇതിനകത്ത് ഇത് കൂടുതൽ വിപുലമാക്കിയാൽ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ഓപ്പറേറ്റ് നടത്തിയാൽ അതിനെക്കാട്ടിൽ മാരകമായിട്ടുള്ള ഡ്രോണുകൾ ഒരുപക്ഷെ നിർമ്മിക്കാം. ഈ ഡ്രോണുകൾ ഇറാന്റെ കയ്യിൽ കിട്ടിയാൽ ഇപ്പൊ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് അവിടെ ചെന്ന് ചടവറ 400 എണ്ണം വിട്ടപ്പം 4 എണ്ണം വീണാലും 10 എണ്ണം വീണാലും വീണല്ലോ. ഏറ്റവും ആധുനിക പ്രതിരോധ സംവിധാനം ഒക്കെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ 7 ലെയർ സിസ്റ്റം എന്നൊക്കെയാ പറയുന്നത്. ആ സിസ്റ്റത്തെ തകർത്തുണ്ട്. ഇപ്പൊ ഇവരുടെ കയ്യിലിരിക്കുന്ന എല്ലാത്തിനെയും ഭേദിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെയാ. അതാണിപ്പോ ഈ പറയുന്ന ഇറാന്റെ കിട്ടെ. ഇറാൻ ഈ പറയുന്നത് പോലെ ആയുധങ്ങൾ കൈകിട്ടിയാൽ അതിനകത്ത് അത് അഴിച്ചിട്ട് റിവേഴ്സ് എഞ്ചിനീയറിംഗ് മുഖേന പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് നേരത്തെ പ്രാഗൽഭ്യമുള്ള രാജ്യം ആണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഇതൊരു പക്വതയുള്ള രാജ്യമാണെങ്കിൽ പ്രശ്നമില്ല. ലോകം മൊത്തം ഇറാനെ നേരിൽ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രമിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിചാരിക്കുന്നതിന്റെ കാര്യം എന്നാൽ ഈ രാജ്യം പ്രോക്സികളുടെ രാജ്യമാണ്. ഈ രാജ്യം ഹമാസിന്റെ അല്ലെങ്കിൽ ഹമാസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഈ രാജ്യം ഹിസ്ബുള്ളയെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഈ രാജ്യം ഹൂത്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. ലോകത്തുടനീളം ഏത് രാജ്യത്തും ഏത് സമയത്തും പൊട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള ഈ പോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ പ്രോക്സികളുടെ രാജാവാണ്. അതിന്റെ നിയന്ത്രണമുള്ള രാജ്യമാണ് ഈ പറഞ്ഞ ഇറാൻ. അപ്പൊ ഇറാന് എപ്പോഴും ശത്രു. ഇപ്പൊ യുദ്ധവിമാനങ്ങൾ മേടിക്കാൻ J-10C ഏറ്റവും ആധുനികമായിട്ടുള്ള ചൈനയുടെ യുദ്ധവിമാനം. റഷ്യയുടെ വേണ്ട, അവരുടെ മതി എന്ന് പറഞ്ഞു. വിലക്കുറവുണ്ട്, അതിനെക്കാട്ടിലുള്ള സംവിധാനം ഉണ്ടെന്ന് അവർക്ക് ഈ വ്യോമസേനയ്ക്കകത്ത് വന്ന പരാജയം നികത്തുന്നതിന് വേണ്ടിയാണ് ആയിരക്കണക്കിനല്ല, ഏതാണ്ട് 50-100 എണ്ണത്തിന് കരാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പഴയ പണ്ട് വളരെ കാലം പുറകോട്ടുള്ള കുറെ വിമാനവും അല്ലെ കുറെ ഹെലികോപ്റ്ററും ഒക്കെ ആയിരുന്നല്ലോ കയ്യിലുള്ളത്. അതും ഇസ്രായേൽ അടിച്ചു ചേർത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ ഇപ്പൊ ഹെലികോപ്റ്റർ ഒന്നുമില്ല, മേപ്പോട്ട് പോകും. അങ്ങനെ അവരെല്ലാ രീതിയിലും ഒരുങ്ങിയാണ്. കാരണം അവർ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഇതാൻ സാധ്യതയില്ല, ഒതുങ്ങാൻ സാധ്യതയുള്ള രാജ്യമല്ല. അവർ വീണ്ടും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവരുടെ ലക്ഷ്യം ഉന്മൂലനമാണ് ഇസ്രായേലിന്റെ. അപ്പൊ ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഏതർത്ഥത്തിലും പ്രയോഗിക്കാം. ഈ ഇസ്രായേലും ഇന്ത്യയും ഒക്കെ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സിവിലിയൻസിനെ ഒന്നും ചെയ്യാതെ
നമ്മുടെ ടാർഗറ്റുകളാണ് യുദ്ധം ചെയ്യുന്നത്. പിന്നെ അവസാനം നിവർത്തി ഇടുമ്പോഴാണ് യുദ്ധം കൂടുതൽ മൂർജിച്ച് സിവിലിയൻസിന്റെ പുറത്തോടൊക്കെ വരുന്നത്. പക്ഷെ ഇസ്രയേൽ ഈ ഇറാനോടുള്ള യുദ്ധത്തിനകത്ത് അവർ ചെയ്ത മൊത്തം ഈ പറയുന്ന സിവിലിയൻസിന്റെ അടുത്തോട്ടാ മിസൈലുകൾ വിട്ടത്. അല്ലെങ്കിൽ സിവിലിയൻസ് തന്നെ താരണമെന്നാണ്. അവർക്ക് ഇവര് മൊത്തം ശത്രുക്കളാ. 6 മാസം പ്രായമുള്ള ജൂതനാണെങ്കിലും ഇറാൻ ഒന്ന് ശത്രുവാ. പക്ഷെ ഇസ്രായേലിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ടാർഗറ്റുകളെ ഉള്ളൂ, പട്ടാളക്കാരേ ഉള്ളൂ, അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ, അല്ലെങ്കിൽ ആ രാജ്യത്തിനെ കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ പിന്തിരിപ്പിക്കണം, അതിനു വേണ്ടിയുള്ള യുദ്ധമാണ്. പക്ഷെ അത് രണ്ടും രണ്ട് മാനസികാവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഈ പറയുന്ന ഡ്രോണുകൾ നാളെ കാലത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് പ്രോക്സികളുടെ കയ്യിലോട്ടൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഹൂത്തികളാണെന്ന് തോന്നുന്നു അവിടെ മിസൈൽ ആക്രമണം ഈ വെടിവെച്ചതിന് ശേഷം നടത്തിയിട്ടുണ്ട്. എന്നും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഹൂത്തികളുടെ. അപ്പം അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ അതിനകത്ത് വലിയ വലിപ്പത്തിൽ ചിന്തയിലാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട്. ഏതായാലും ഇത് ഒരു അപകടം പിടിച്ച കാര്യമാണ്, നിസ്സാര കാര്യമല്ല. ഇറാനെ പോലുള്ള ഒരു രാജ്യത്ത് ആയുധം എങ്ങനെ നിർമ്മിക്കണം എന്നും, അല്ലെങ്കിൽ കിട്ടുന്ന കാശിനകത്ത് 100 രൂപ കിട്ടിയാല് 85 രൂപയായി ആയുധം നിർമ്മിച്ചിട്ട് 15 രൂപയായി കപ്പലിന് മേടിക്കാൻ നിൽക്കുന്ന മാനസികാവസ്ഥയിലുള്ള ഒരു രാജ്യമാണത്. അപ്പൊ ആ രാജ്യത്തിന്റെ കയ്യിൽ ഇത് കിട്ടിയാൽ, പ്രത്യേകിച്ചും സംവിധാനങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആധുനിക സംവിധാനങ്ങൾ ഒന്നും പെട്ടെന്ന് ഒരുക്കാൻ സാധിക്കാത്തത് ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ സംവിധാനങ്ങളും ടെക്നോളജികളും ഒക്കെ ഓസിന് കയ്യിൽ കിട്ടുമ്പോൾ അവർ പ്രയോജനപ്പെടുത്തുകയും അതിനകത്ത് ആശങ്കയിലാണ് ഇസ്രായേൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സർ, അത്തരത്തിലൊരു ആശങ്ക അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഒരു സംശയം എനിക്കുള്ളത്, ഇതിനെതിരെ എന്തായാലും ഈ ഒരു വാർത്ത ഇസ്രായേലും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതിനെതിരെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കുമോ, അല്ലെങ്കിൽ അമേരിക്ക അതിലേക്ക് ഇടപെടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇപ്പൊ അതിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, അത് അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറിയതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് കയറി, പാകിസ്ഥാൻ കയറി ഇവിടെ ലോഞ്ചറുകൾ ഫിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് യുദ്ധക്കോപ്പുകൾ നമ്മുടെ രാജ്യത്തേക്ക് അടിക്കാൻ തുടങ്ങിയാൽ ഇതിനകത്ത് എന്ത് ന്യായമുള്ളത്? അതായത് ഒരു രാജ്യത്തേക്കുള്ള കടന്നുകയറ്റം, പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണല്ലോ നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഒരു UN ലോകത്ത് മൊത്തം പറയുന്നത്, ഞങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം. ആരെങ്കിലും കേട്ടാൽ തന്നെ ചിരി വരത്തില്ലേ? നമ്മുടെ വിരക്കകത്ത് കയറി വേറൊരുത്തൻ അവിടെ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ലെന്ന് പറയുന്നോണം കാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഇടപെടുമോ എന്ന് ചോദിച്ചാൽ, കൈ കിട്ടിയത് അതിനകത്ത് നിന്ന് ഈ ഇസ്രായേൽ പോലുള്ള രാജ്യത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അവരുടെ തലമണ്ട ലോകത്തൊരിക്കലും ഒരുത്തനും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ രാജ്യത്തിരുന്ന്, അല്ലെങ്കിൽ അവരീ പറഞ്ഞതുപോലെ മൊസാദ് ഇറാനി, അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ സംവിധാനം വളരെ കൂടുതലായിട്ടുണ്ടല്ലോ, അവരുള്ളത് വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നിർവീര്യമാക്കാനോ എന്തെങ്കിലും സാധിക്കുമെങ്കിലേ ഒക്കെ ഉള്ളൂ. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം സാമ്പത്തികമായിട്ട് ഇവർ വളർച്ചയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇവരുടെ കയ്യിലേക്കാട്ടിലുള്ള വലിയ ടെക്നോളജി ഒന്നും അവന്റെ ഇല്ല. അവനില്ല പാണ്ടി ലോറി വരുമ്പം മാക്കിറി റോഡി മസിലും പിടിച്ചിരിക്കുന്ന പോലുള്ള ഒരു സാധനമൊന്നേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പം പുറംപൂച്ച് ഇപ്പൊ തന്നെ കണ്ടില്ല. ഇപ്പം ഏറ്റവും അവസാനം വരുന്നത് എന്ന് പറഞ്ഞാല് ബോംബർ വിമാനങ്ങൾ കൊടുക്കാൻ പോവാ. കാരണം എന്താണെന്നറിയാം, അവിടെ ഇട്ട ബോംബ് കൃത്യമല്ല, പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൃത്യമായിട്ട് പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം ഇസ്രായേലിന് യുദ്ധം ചെയ്ത് പാരമ്പര്യമുണ്ട്, നിരന്തരമായിട്ട് യുദ്ധം ചെയ്യും. അവന്റെ ആക്യുറസി ഭയങ്കരമാണ്. അത് യുദ്ധം ചെയ്തുണ്ടാവുന്നത്, അല്ലാതെ മറ്റവൻ അവിടെ കൊണ്ടുവന്ന് V2 ബോംബർ ഉപയോഗിച്ച്, ബ്ലങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ട് ആ ബോംബിങ്ങിന്റെ എല്ലാം സക്സസ് എന്ന് പറഞ്ഞാൽ ആ വാട്ടർ വിളിച്ചു പറഞ്ഞു. ഇപ്പം വരുന്ന റിപ്പോർട്ട് എന്തുവാ? ഒന്നും സക്സസ് അല്ല. ഇപ്പൊ അമേരിക്കൻ സെനറ്റിൽ ഇന്ന് തീരുമാനം എടുത്തേക്കുവാ, അമേരിക്കൻ കോൺഗ്രസ് തീരുമാനം എടുത്തേക്കുവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബർ വിമാനങ്ങൾ, V2 ബോംബറുകളും ബങ്കർ ബ്ലസ്റ്ററുകളും നേരിട്ട് ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി, ആണവ ഭീഷണി നേരിടുന്നതിന് വേണ്ടി അമേരിക്ക അടുത്ത് ഇനി ചോദിക്കുകയൊന്നും വേണ്ട, അത് കൊടുക്കാനുള്ള അധികാരം അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തുകൊണ്ടുള്ള ഇത് വരിക. അപ്പൊ ഞാനീ പറഞ്ഞതുപോലെ, ഇത് അറിയാവുന്നവന്റെ കയ്യില് പണി ചെയ്താലേ പണി വൃത്തിയാവത്തുള്ളൂ. അപ്പൊ അതിപ്പം ഏറ്റവും കൂടുതൽ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേലില്. അപ്പൊ അവന്റെ കയ്യിൽ കൊടുത്താലേ, മറ്റേ കയ്യിൽ ഈ സാധനമെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ നായയുടെ കൈ പുതിയ തേങ്ങ കിട്ടിയാലുള്ള ഗുണമെന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അമേരിക്കയുടെ എല്ലാ സാധനം ഇരിപ്പുണ്ട്. അമേരിക്ക യുദ്ധം ചെയ്തിട്ട് 100 കൊല്ലമായി. അത് മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഇടപെടാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ, അതിനകത്ത് അവർ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് നീക്കങ്ങൾ നടത്താനും അതിന്റെ അപ്പുറത്തൊരു പണി നടത്താനും ഒക്കെ ഉള്ള ഒരു കഴിവും അങ്ങനെ ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെ പ്രതീക്ഷിക്കാം, മറിച്ചും സംഭവിക്കാം. എന്തായാലും റിസ്ക് ആണ്. എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോ പറയാനൊക്കത്തില്ല. നമുക്ക് വരുന്ന അനുസരിച്ച് വാർത്തകൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.